ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സദ്യ ഇലയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു വെള്ളരിക്ക കിച്ചടിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരു കപ്പ് വെള്ളരിക്കയാണ് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് വേവുന്നത് വരെ നമുക്ക്. അപ്പോൾ അതിലേക്കുള്ള അരപ്പിന് വേണ്ടി അര കപ്പ് തേങ്ങയും പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ഇടുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം കണ്ടല്ലോ, നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കടുക് വേണം. അതിന് വേണ്ടി ഒരു 1.5 ടീസ്പൂൺ കടുക് ഞാനിതുപോലെ കുത്തമ്മയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള വെള്ളരിക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും തൈരും കൂട്ടി അടിച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല മിക്സ് ചെയ്തിട്ടുള്ള 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇളക്കി യോജിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ച കടുകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി ഇളക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച കടുകിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആവി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തിളക്കാൻ അനുവദിക്കരുത് കേട്ടോ. ഇനി ഇത് ആവി വന്നതിന് ശേഷം ഒന്ന് എടുത്തു വെക്കാം. അപ്പം നല്ല ആവി വരുന്നുണ്ട്. അപ്പം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിപ്പ് ഒഴിക്കാം. അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് താളിച്ചതിന് ശേഷം അപ്പോൾ നല്ല രീതിയിൽ വറവായതിനു ശേഷം നമ്മൾ പാകം ചെയ്ത് വെച്ച കിച്ചടിയിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ താളിപ്പ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഈ ഒരു ചട്ടി മൂടി വെക്കുക. ഇളക്കുന്നതിന് മുന്നേ തന്നെ മൂടി വെക്കുക. ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ഇളക്കാം. അപ്പോൾ ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു താളിപ്പിൻ്റെ ഫ്ലേവർ ഈ ഒരു കൂട്ടിൽ നന്നായിട്ട് പരന്ന് എത്തുന്നതാണ്. അപ്പോൾ ഇതുപോലെ താളിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മൂടി വെക്കണേ. അപ്പോൾ നമ്മുടെ കിച്ചടിയുടെ അടിപൊളി ടേസ്റ്റിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക കിച്ചടി അടിപൊളി ടേസ്റ്റിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്കൊന്ന് ലൈക്ക് കൊടുക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.